RDX തുടരുന്നു. ഇനി മുതൽ എനിക്ക് വേറെ ജോലിയില്ല, ജനസേവനം മാത്രമാണ് എൻ്റെ ജോലി. പറച്ചിലില്ലല്ല, പണിയിലാണ് എനിക്ക് വിശ്വാസം. 2026 തമിഴ്നാടിന്റെ ഭരണം TVK പിടിച്ചെടുക്കുമെന്ന് രണ്ടാം മാനാട് വേദിയെ ഇളക്കിമറിച്ച് വിജയുടെ പ്രഖ്യാപനം. മത്സരം TVKയും DMKയും തമ്മിലെന്ന രാഷ്ട്രീയ നയം വിജയ് ആവർത്തിച്ചു. സ്റ്റാലിനെയും മോദിയെയും കണക്കറ്റു പരിഹസിച്ചും വിമർശിച്ചും വിജയ് നടത്തിയ പ്രസംഗത്തെ അണികൾ അത്യാവശ്യത്തോടെയാണ് ഏറ്റെടുത്തത്. രണ്ടാം മാനാടിന് മധുരൈ പരപതിയിലെ 500 ഏക്കർ വിസ്തൃതിയുള്ള സമ്മേളന നഗരിയിലേക്ക് ഒഴുകി വന്നത് 3 ലക്ഷത്തോളം പേരാണെന്നതാണ് TVKയുടെ വിലയിരുത്തൽ. വിജയ് മാറ്റിമറിക്കുമോ തമിഴക അരസിയലിനെ? പരിശോധിക്കാം. ആദ്യം RDX. உண்மையா பேச, உணர்வோட பேச, உறுதியா பேச, உங்களுக்காக சேவை செய்ய உங்க விஜய். തമിഴ്നാട്ടിൽ സൂര്യൻ മറയുന്നു, ഇനി ചന്ദ്രോദയം എന്ന പ്രഖ്യാപനത്തോടെയാണ് TVK നേതൃത്വം വിജയെ മാനാട് വേദിയിലേക്ക് ആനയിച്ചത്. ഒരടിമ രാഷ്ട്രീയ സഖ്യത്തിന്റെയും ഭാഗമാകേണ്ട കാര്യം TVKക്കില്ലെന്ന് വ്യക്തമാക്കിയ വിജയ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പ്രത്യയശാസ്ത്ര ശത്രു BJP ആണെങ്കിലും 2026 തമിഴ്നാട്ടിൽ TVK DMK പോരാട്ടം തന്നെയെന്ന് പറഞ്ഞ വിജയ് രാഷ്ട്രീയ നയം ആവർത്തിച്ചു. സ്റ്റാലിനെയും നരേന്ദ്രമോദിയെയും കണക്കിന് പരിഹസിച്ചായിരുന്നു വിജയുടെ പ്രസംഗം. സ്റ്റാലിൻ ഭരണത്തിൽ തമിഴ്നാട്ടിൽ സ്ത്രീ സുരക്ഷിതയല്ല, നീതി നടപ്പാക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തൽ. നരേന്ദ്രമോദിയെയും TVK അധ്യക്ഷൻ നിശിതമായി വിമർശിച്ചു. എന്ത് പ്രച്ഛന്നവേഷം കെട്ടിവന്നാലും BJPക്ക് 2026 തമിഴ്നാട്ടിൽ ഒന്നും ചെയ്യാനാകില്ലെന്നും വിജയ്. തമിഴ്നാട്ടിലെ എല്ലാ മണ്ഡലത്തിലും മത്സരിക്കുന്ന TVK സ്ഥാനാർത്ഥികളും വിജയ് ആയിരിക്കുമെന്ന പ്രഖ്യാപനത്തിലൂടെ അണികളെ ദളപതി ആവേശ കൊടുമുടിയിലെത്തിച്ചു. വമ്പനിരയെ തൊട്ടാൽ വിടാത്ത ഒരു കാട്ടിലെ ഒരേയൊരു സിംഹമാണ് താനെന്നും വിജയ് പറഞ്ഞുവെച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. സ്റ്റാലിൻ അങ്കിൾ നീങ്ക റോങ് അങ്കിൾ എന്ന് പറഞ്ഞായിരുന്നു സ്റ്റാലിനെതിരായ വിജയുടെ പരിഹാസം. ഈ നാട്ടിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് സ്റ്റാലിൻ അറിയുന്നുണ്ടോ? സ്ത്രീകളെ, മത്സ്യത്തൊഴിലാളികളെ, അടിസ്ഥാന മേഖലയെ എല്ലാം സ്റ്റാലിൻ ചതിക്കുകയാണെന്ന് വിജയ് പറഞ്ഞു. இதுல வேற உங்க அப்பான்னு கூப்பிடுறாங்கன்னு வேற சொல்றீங்க. வாட் இஸ் திஸ் அங்கிள்? இஸ் வெரி வெரி ராங் அங்கிள், இஸ் வெரி வெரி ராங். மை டியர் அங்கிள், கேக்குதா? மக்களோட சத்தம் கேக்குதா? இது வெறும் சாதாரணமான முழக்கம் தான். கூடிய சீக்கிரம் மக்களை போய் சந்திக்க போறேன், அவங்களோட மனசு விட்டு பேச போறேன். அதுக்கப்புறம் இந்த சாதாரணமான முழக்கம் இடி முழக்கமா மாறும். அத்தோட நிக்காது. அந்த இடி முழக்கம் தமிழ்நாட்டோட போர் முழக்கமா மாறும். அந்த போர் முழக்கம் உங்களை ஒரு நிமிஷம் கூட தூங்க விடாது. നരേന്ദ്രമോദിയെയും BJPയെയും വിജയ് കണക്കറ്റ് വിമർശിച്ചു. താമരയിലയിൽ വെള്ളം പിടിക്കില്ല, തമിഴ്നാട് ജനതയും അതുപോലെ തന്നെയാണെന്ന് വിജയ് പറഞ്ഞു. இங்க ஒரு MP சீட்டு கூட தரலன்றதுக்காக தமிழ்நாட்டுக்கும் தமிழ்நாட்டு மக்களுக்கும் எதுவுமே செய்யாம ஓரவஞ்சனை செய்யுது இந்த ஒன்றிய பாஜக அரசு. சங்கம் வச்சு தமிழ் வளர்த்த மண் இந்த மதுரை மண். அதனால இங்க அந்த கீழடியில கிடைச்ச ஆதாரங்களை எல்லாம் மறைச்சிட்டு எங்க நாகரிகத்தையும் எங்க வரலாறையும் அழிக்கிறதுக்காக உள்ளடி வேலை செய்யலாம்னு நினைக்கிறீங்க. രാഷ്ട്രീയ ശത്രു DMK തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് വീണ്ടും വിജയ്. DMK ഭരണത്തിൽ തമിഴ്നാട്ടിൽ എന്തെങ്കിലും നീതി നടപ്പാകുന്നുണ്ടോ? ഈ നാട്ടിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് സ്റ്റാലിൻ അറിയുന്നുണ്ടോ? മദ്യഷാപ്പ് കച്ചവടം മാത്രമാണ് നടക്കുന്നതെന്നും വിജയിയുടെ വിമർശനം. നാടിന്റെ ശബ്ദം സ്റ്റാലിൻ അങ്കിൾ കേൾക്കുന്നുണ്ടോ? അത് 2026 ഇടിമുഴക്കമായി മാറും എന്നാണ് വിജയ് പറയുന്നത്. പ്രത്യയശാസ്ത്ര ശത്രു BJP ആണ് എന്നും പറയുന്നു. മുസ്ലിങ്ങളോട് ദ്രോഹം ചെയ്യാനാണോ മൂന്നാമതും മോദി അധികാരത്തിൽ വന്നത് എന്നാണ് ചോദ്യം. മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ സൈന്യം അറസ്റ്റ് ചെയ്യാതിരിക്കാൻ മോദി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മോദിയുടേത് അദാനിക്ക് വേണ്ടി നടത്തുന്ന ഭരണമാണ് എന്നും വിമർശനമുണ്ട്. താമരയിലയിൽ വെള്ളം പിടിക്കില്ല, തമിഴ്നാട് ജനത അതുപോലെയാണ് എന്ന് വിജയ് ആവർത്തിക്കുന്നു. തമിഴ്നാടിനെ തൊട്ടാൽ എന്ത് നടക്കുമെന്ന് കാട്ടിത്തരാമെന്ന മുന്നറിയിപ്പും കൊടുക്കുന്നു. ഏത് പ്രച്ഛന്ന വേഷം കെട്ടിയാലും BJPക്ക് 2026 തമിഴ്നാട്ടിൽ ഒന്നും ചെയ്യാനാവില്ല എന്നുമാണ് വിജയ് പറയുന്നത്. വിജയ് തമിഴക വെട്രി കഴകം പാർട്ടി പ്രഖ്യാപിച്ചത് 2024 ഫെബ്രുവരി 2-നാണ്. ഒക്ടോബർ 27-ന് വിഴുപുരത്ത് 5 ലക്ഷത്തിലേറെ പേർ പങ്കെടുത്ത സംസ്ഥാന സമ്മേളനം. BJPക്ക് വിമർശനം. വർഗീയതയും അഴിമതിയും മുഖ്യ ശത്രുക്കളെന്ന് പ്രഖ്യാപനം. 2025 മാർച്ചിലെ ജനറൽ കൗൺസിലിൽ ശത്രുപക്ഷത്ത് ആര് എന്ന് പ്രഖ്യാപിച്ചു വിജയ്. 2026 തമിഴ്നാട്ടിൽ പോരാട്ടം DMKയും TVKയും തമ്മിലാണെന്ന് അന്നേ വിജയ് പറഞ്ഞു. DMKയുടെ കുടുംബ രാഷ്ട്രീയത്തിനെതിരെ എന്നും അന്ന് വിജയ് ആ കുടുംബ രാഷ്ട്രീയത്തെയും വിജയ് കടന്നാക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. എല്ലാ കാലത്തും തമിഴ്നാട്ടിൽ സിനിമയും രാഷ്ട്രീയവും ഇടകലർന്നാണ് പോവുക. MGRനും ജയലളിതയ്ക്കും ശേഷം ഒരു സിനിമാ താരത്തിനും അധികാരം പക്ഷെ പിടിക്കാനായിട്ടില്ല. ശിവാജി ഗണേശൻ രൂപീകരിച്ച തമിഴക മുന്നേറ്റ മുന്നണി പരാജയമായി. വിജയകാന്തിൻ്റെ DMDK 2011 പ്രധാന പ്രതിപക്ഷമായി.
കമലഹാസന്റെ മക്കൾ നീതി മയ്യം ക്ലിക്കായില്ല. നിലവിൽ DMK സഖ്യത്തിലാണ്. നടനും സംവിധായകനുമായ സീമാന്റെ നാം തമിഴർ കക്ഷിക്ക് നിയമസഭയിൽ സീറ്റുകളില്ല. 2007 ശരത് കുമാർ ഓൾ ഇന്ത്യ സമത്വ മക്കൾ കക്ഷി രൂപീകരിച്ചു. പിന്നീട് BJPയിൽ ലയിച്ചു. ഇതാണ് അവസ്ഥ. ഈ ഘട്ടത്തിലാണ് വിജയ് രാഷ്ട്രീയ പ്രസ്ഥാനവുമായി വരുന്നത്, തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്നത്, ലക്ഷങ്ങളെ ആവേശത്തിലാക്കുന്നത്. സനീഷ് എന്ത് തോന്നുന്നത്? ഇതിപ്പോൾ വിജയ് ക്ലച്ച് പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇതിപ്പോൾ നമ്മൾക്ക് ഇവിടെ കേരളത്തിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലിയ വാർത്തയുണ്ടായിട്ട് പോലും ഉച്ചവരെ രാഹുൽ മാങ്കൂട്ടത്താണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വിജയുടെ പരിപാടി കംപ്ലീറ്റ് ലൈവായിട്ടാണ് പോയത്. എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മാത്രമല്ല, എല്ലാ ചാനലിലും. അതായത് അത് സിനിമാറ്റിക് ഓറ വിജയുടേത് മാത്രമായതുകൊണ്ടല്ല, നിശ്ചയമായിട്ടും ആ പരിപാടിയുടെ ഒരു അത്ഭുതപ്പെടുന്ന വലുപ്പം ദൃശ്യമായിരുന്നു. അത്രമാത്രം ആളുകൾ. ഇന്ന് മാത്രമല്ല, ഇദ്ദേഹം പ്രസംഗിക്കാൻ വന്നപ്പോൾ എന്തൊരു വളരെ എനർജറ്റിക് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു. എന്ത് ഗംഭീരമായിട്ടുള്ള പ്രസംഗം നടത്തി. അല്ല, അതായത് ഞാൻ പറഞ്ഞ പോലെ ഒരു സിനിമാറ്റിക് ഓറ ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിലാകെ തന്നെ. വിജയ് വലിയ സൂപ്പർ താരം, രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന രണ്ടാമത്തെ ആളാണ്. അപ്പോൾ ആ ഒരു സിനിമാറ്റിക് ഓറ നിശ്ചയമായിട്ടും അവിടെ ഉണ്ട്. പക്ഷേ ഒരു തഴക്കം ചെന്ന രാഷ്ട്രീയക്കാരൻ പെർഫോം ചെയ്യുന്നത് പോലെ അനുഭവപ്പെട്ടു. അതായത് വളരെ ഈസി ആയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഒരു എന്തെങ്കിലും എഴുതി വെച്ച് വായിക്കുകയോ അല്ലെങ്കിൽ പഠിച്ചു വന്ന് ആളുകളോട് പറയുകയോ ചെയ്യുകയല്ല, വളരെ ഈസി ആയിട്ട് ആൾക്കാരോട് പറയുക. ഒരു വിഷയത്തിന് അടുത്ത വിഷയത്തിലേക്ക് പോയിട്ട് ഒരു സംശയമില്ലാത്ത വിധം ഈ സ്റ്റാലിൻ അങ്കിൾ എന്നൊക്കെ വിളിച്ച് ആളുകളെ പ്രോത്സാഹിപ്പിച്ച് ആളുകളുടെ കയ്യടി വാങ്ങി പാട്ടുപാടി ഒക്കെയാണ്. അതേസമയം ഏതെങ്കിലും നിലക്ക് അദ്ദേഹത്തിന് പിശകുന്നുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് പെരിയാറും എല്ലാവരും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംഗതികളെല്ലാം അവിടെ വരുന്നുണ്ട്. വിജയകാന്തിൻ്റെയും MGRൻ്റെയും ഈ ലെഗസി അദ്ദേഹം ഇങ്ങോട്ട് പിടിച്ചു. ഒരുപാട് ഫോട്ടോകൾ ഇങ്ങനെ കാണാമായിരുന്നു. ഇങ്ങനെ വിജയ് നടുവിൽ നിൽക്കുന്നു, വിജയകാന്ത് ഇപ്പുറത്ത്, MGR ഇപ്പുറത്ത്. MGRന് ഒരു അല്പം വലുപ്പം കൂടുതലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകളെ സമാഹരിക്കേണ്ടത് എങ്ങനെയെന്നത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു നേതാവിനെയാണ് നമ്മൾ കണ്ടത്. അസാധ്യമാം വിധം ഉള്ള വലുപ്പം. അപ്പോൾ 2026 DMKയുടെ മറിച്ചിട്ട് അധികാരത്തിൽ വരും എന്ന് പറഞ്ഞപ്പോൾ ആദ്യം വന്നപ്പോൾ DMKയും TVKയും ആയിരിക്കും 2026 എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ഞാൻ ഒട്ടും വിശ്വസിച്ചിട്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇദ്ദേഹം ജയിക്കും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ DMKക്ക് തത്തുല്ലാണ്ടൊരു എതിരാളി ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ യാതൊന്നും അത്ഭുതപ്പെടാനില്ല. നല്ല രാഷ്ട്രീയ നീക്കമാണ്. കസ്റ്റമൈസ്ഡ് പെരിയാറിസം എന്നാണ് ഒരു നിരീക്ഷകൻ പറഞ്ഞായിട്ട് കണ്ടത്. കസ്റ്റമൈസ് ചെയ്ത ഒരു പെരിയാറിസം, അതായത് പെരിയാറിസത്തിൻ്റെ എല്ലാ സാമൂഹിക സംഗതികളുണ്ട്. പക്ഷേ അതിനകത്തുള്ള ദൈവവിശ്വാസത്തെ എതിർക്കുന്ന സംഗതികളൊക്കെ മാത്രം അങ്ങുമല്ലേ അങ്ങോട്ട് മാറ്റി കസ്റ്റമൈസ് ചെയ്തൊരു പെരിയാറിസം. പിന്നെ ഈ തമിഴ് ദേശീയവാദം, അതുപോലെ തന്നെ DMKയോടുള്ള എതിർപ്പ്, സിനിമാ വേരുകളുള്ള വിടാതെയുള്ള പിടുത്തം, ആ കോമ്പിനേഷൻ അടിപൊളിയാണ് എന്ന തോന്നലുണ്ടാക്കി. അത് നന്നായിട്ട് തന്നെ ഡെലിവറി ചെയ്തു. ഇതിപ്പോൾ ഇന്നത്തെ പരിപാടി മാത്രമല്ല, ഇനി അങ്ങോട്ട് എന്തോ ഒരു യാത്ര നടത്താൻ വേണ്ടി പോവുകയാണ് അദ്ദേഹം എന്ന് കേട്ടു. 70,000 ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ തമിഴ്നാട്ടിലാകെ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇതുവരെ എന്നാണ് കേൾക്കുന്നത്. KG അരുൺരാജ് എന്നൊരു IRS ഓഫീസറായിരുന്ന ആളെ പാർട്ടിയെ പ്രൊഫഷണലൈസ് ചെയ്യാനുള്ള ഒരു ചുമതല കൊടുത്ത് നിയമിച്ചിട്ടുണ്ട്. ഇത് വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടിയായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു ഈ TVK വിജയിൻ്റെ പാർട്ടിയൊക്കെ ഒന്നും ഇവിടെ ഒരാൾ പോലും ഇല്ല കേരളത്തിൽ. പക്ഷേ കേരളം മുഴുവൻ ഇരുന്ന് ഉച്ചയ്ക്ക് ശേഷം ഇത്ര വലിയൊരു ഹോട്ട് വാർത്തയുടെ കാലത്ത് പോലും ഇത് കണ്ടുകൊണ്ടിരുന്നു എന്നതിലുണ്ട് ഇന്ന് നടന്ന പരിപാടിയുടെ രാഷ്ട്രീയ വലുപ്പം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും. അത് മാത്രമല്ല സനീഷ്, എനിക്ക് തോന്നിയത് ഇന്ന് ചില പ്രഖ്യാപനങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി എനിക്ക് തോന്നിയത്, എല്ലാ മണ്ഡലങ്ങളിലും വിജയ് മത്സരിക്കും എന്ന് പറഞ്ഞതിലൂടെ ഒരു മുന്നണി ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നുള്ള സൂചന നൽകി. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് കൂട്ടണി ഉണ്ടാവും, ആ കൂട്ടണിയിലുള്ള എല്ലാവർക്കും മന്ത്രിസഭയിൽ അംഗത്വം ഉണ്ടാവും എന്നുള്ള സൂചനയാണ് കൊടുത്തതെങ്കിൽ ഇപ്പോൾ അത് വേണ്ട. സിംഗം സിംഗിളായി ഞാനൊരു സിംഹമാണ്, ആ സിംഹത്തിൻ്റെ അതിര് നിർണ്ണയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ശ്രദ്ധേയമായ കാര്യം തമിഴ്നാട്ടിലെ വൈകാരികമായ എല്ലാ പ്രശ്നങ്ങളെയും തൊട്ടു എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ തൽക്കാലം ഈ കാലത്ത് തൊട്ടാൽ കുഴപ്പമുണ്ടാവുന്ന വിശ്വാസ പ്രശ്നത്തിൽ തൊട്ടിട്ടുമില്ല. ബാക്കി എല്ലാ വിഷയങ്ങളിലും തൊട്ടു. അതുമാത്രമല്ല, തമിഴൻ്റെ സ്വത്വം ഉയർത്തിപ്പിടിക്കുന്ന, ആത്മാഭിമാനവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട് കീഴടിയിലെ ഖനനം. അതിനെ കേന്ദ്ര സർക്കാർ എങ്ങനെ തടസ്സം നിൽക്കുന്നു എന്നുള്ളത് അടക്കം അവതരിപ്പിച്ചു. കേരളത്തിൽ അതിനും തുല്യമായ ഒരു ഖനനം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിന്നിരിക്കുന്നുണ്ട് ഇവിടെ പട്ടണത്തിലെ ഖനനമൊക്കെ. പക്ഷേ നമുക്കാർക്കും അതൊരു വലിയ പ്രശ്നമല്ല. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. കാരണം നിങ്ങൾ പറഞ്ഞതല്ല ചരിത്രം, ഞങ്ങളുടെ ചരിത്രം വേറെയാണെന്ന് കൃത്യമായി സ്ഥാപിക്കാൻ പോകുന്ന ഒരു സംഗതിയായി ഞങ്ങളുടെ ചരിത്രം എന്നവർ ആത്മാഭിമാനത്തോടെ പറയുന്നത് കീഴടിയിലെ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയം അതടക്കം പരാമർശിച്ചു മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ മുന്നണിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നവരൊക്കെ ശക്തമായി വിജയെ എതിർക്കാനും തുടങ്ങി. ഇപ്പോൾ സീമാനെ പോലെയുള്ളവർ ശക്തമായി വിജയ്ക്കെതിരായി രംഗത്ത് വന്നു, പരസ്യ പ്രതികരണങ്ങളൊക്കെ നടത്തി, വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി പരിഹസിച്ചു പോകുന്നു. മാത്രമല്ല, എല്ലാ നേതാക്കന്മാരും വിജയ്ക്കെതിരെ പരിഹാസം എന്നതാണ് ആയുധമായി എടുത്തത്.
വിജയ് ഇപ്പോൾ അത് തിരിച്ച് പരിഹാസം ആയുധമാക്കുന്നു എന്നുള്ളതാണ്. തിരിച്ച് ഈ അങ്കിൾ വിളിയെല്ലാം ആ പരിഹാസത്തിന്റെ ബാക്കിയാണ്. മാത്രമല്ല ഇത് ഇന്നയാളെ കൊന്നത് സിനിമാക്കാരല്ല, അരസ്യൽവാദികളാണ്, രാഷ്ട്രീയക്കാരാണ്. അതുകൊണ്ട് സിനിമാക്കാരെ കളിയാക്കണ്ട, അത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം പറഞ്ഞു. അത് പറഞ്ഞു. മാത്രമല്ല അത് വളരെ പവർഫുൾ ആണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഒരു ഇടർച്ചയില്ല, പതർച്ചയില്ല, ഇത് കാണാതെ പഠിച്ചു എന്ന് പറഞ്ഞതാണെന്നുള്ള തോന്നലില്ല, ഇതൊന്നുമില്ല. എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട് വിജയുടെ ഒരു ആ ഡെലിവറി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഇയാൾ വളരെ ഷൈ ആയിട്ടുള്ള അങ്ങനെ ഒരാളല്ലേ, ഇയാൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ, ഇയാൾക്കൊരു പ്രസംഗം നടത്താൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് ഇപ്പോൾ തെളിയിക്കുകയാണ് വിജയ്. അതുകൊണ്ട് 41 വയസ്സുള്ള വിജയ് ഇനി അങ്ങോട്ട് കാത്തിരിക്കുന്നത് ഉറപ്പായിട്ടും ഇദ്ദേഹം എന്ത് സംഭവിക്കും എന്ന കാര്യമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പോൾ സമയപരിമിതി ഉള്ളതുകൊണ്ട് അടുത്ത വിഷയത്തിലേക്കൊന്നും വിശദമായി പോകുന്നില്ല. പക്ഷേ നമുക്ക് പറയേണ്ട ഒരു കാര്യം നമുക്ക് അതിനോട് കൂട്ടിച്ചേർക്കാനുണ്ട്. എന്തായാലും വരുംകാല മുതലമൈച്ചർ എന്ന വിശേഷണത്തോടെയാണ് TVK പ്രവർത്തകർ മാനാട് വേദിയിലേക്ക് വിജയിയെ ആനയിച്ചത്. DMKയെ വിടാതെ വേട്ടയാടാൻ വന്ന സിംഗിൾ സിംഗമാണ് താനെന്ന് സിനിമാ സ്റ്റൈലിൽ തന്നെ വിജയ് പ്രഖ്യാപിച്ചു. 2026 DMKയെ വെട്ടി അധികാരം പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസം TVK അണ്ണാ DMK സഖ്യപ്രഖ്യാപനമോ ധാരണയോ എങ്കിലും ഇന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല. എന്നാൽ ഉണ്ടാവുകയേ ഇല്ല എന്ന് തീർപ്പിലെത്താൻ കാലമായിട്ടുമില്ല. 1967 കോൺഗ്രസിനെ അട്ടിമറിച്ച് അണ്ണാദുരൈ വന്നതുപോലെ, 1977 കലൈഞ്ചറെ അട്ടിമറിച്ച് MGR മുഖ്യമന്ത്രിയായതുപോലെ 2026 തമിഴക രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിക്കുമോ? രാഷ്ട്രീയത്തിലൊന്നും പ്രവചിക്കാവതല്ല. അരസിയൽ ഒരു അറങ്കം താൻ, അതിൽ നിരന്തര നൻപറും കിടയാത്, നിരന്തര എതിരിയുമില്ലേ എന്നാണല്ലോ. നമുക്ക് തീർച്ചയായും നമ്മൾ അനുസ്മരിച്ചു പോകേണ്ട ഒരാളുണ്ട്. അത് നമ്മൾ RDXൽ ഒന്ന് പറഞ്ഞ് പോകണമെന്ന് തന്നെയാണ് കരുതുന്നത്. മുതിർന്ന CPI നേതാവും പീരുമേട് MLAയുമായ വാഴൂർ സോമൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അപ്രതീക്ഷിതമായ വിയോഗം. രാവിലെ തിരുവനന്തപുരത്തെ പൊതുപരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. മികച്ച സംഘാടകനായ തൊഴിലാളി നേതാവാണ് വിടവാങ്ങിയത്. ഇടുക്കിയും തൊഴിലാളികളുമായിരുന്നു എന്നും വാഴൂർ സോമന്റെ മണ്ഡലം. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് RDX പൂർണ്ണമാകും. RDX ഇവിടെ അവസാനിപ്പിക്കാം. ഗുഡ് നൈറ്റ്.